ശബരിമല എന്ന പേരുമായി ബന്ധപ്പെട്ട ഒരു കഥ രാമായണവുമായി ബന്ധപ്പെട്ടുണ്ട്. ആദിവാസി സമുദായത്തിൽപ്പെട്ട മഹാതപസ്വിനിയായിരുന്നു ശബരി എന്ന തപസ്വിനി. ശ്രീരാമ ഭഗവാന്റെ വരവും കാത്ത് ഇവർ തപസ് അനുഷ്ഠിച്ച സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു. സീതാന്വേഷണത്തിന് പോകുന്ന വഴിയിൽ ശ്രീരാമനും അദ്ദേഹത്തിന്റെ അനുജനായ ലക്ഷ്മണനും ശബരിയുടെ ആശ്രമത്തിലെത്തിയിരുന്നുവെന്നും സന്തുഷ്ടയായ ശബരി അവർക്ക് താൻ രുചിച്ചു നോക്കിയ നെല്ലിക്കകൾ നൽകുകയും തന്റെ ജീവിത ലക്ഷ്യം സഫലമായതിന്റെ ധന്യതയിൽ ശബരി യാഗാഗ്നിയിൽ സ്വന്തം ശരീരം ഉപേക്ഷിച്ചെന്നുമാണ് ഐതിഹ്യം. ശബരിയെ അനുഗ്രഹിച്ച ഭഗവാൻ ശ്രീരാമൻ ഇനി ഈ സ്ഥലം അവരുടെ പേരിൽ പ്രസിദ്ധമാകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ശബരിമല എന്ന പേര് വരാൻ കാരണമായി പറയപ്പെടുന്ന കഥ. ശബരി ശരീരം ഉപേക്ഷിച്ച സ്ഥലത്താണ് ഇന്ന് ഭസ്മകുളം സ്ഥിതി ചെയ്യുന്നതെന്നും ഐതിഹ്യമുണ്ട്. നിഷ്കളങ്കമായ ഭക്തിയിലൂടെയും നിരന്തര സാധനയിലൂടെയും ശരിയായ സമർപ്പണത്തിലൂടെയും ഈശ്വര സാക്ഷാത്കാരം നേടാമെന്നതിന്റെ ഉത്തമോദാഹരണമാണ് ശബരി. ധർമ്മശാസ്താവാണ് ശബരിമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി. ധ്യാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി യോഗപട്ടാസനത്തിൽ വലതുകൈയിൽ ചിന്മുദ്രയും ഇടതുകൈ കാൽമുട്ടിലും വച്ചിരിക്കുന്ന രീതിയിലാണ് വിഗ്രഹം. 1.5 അടി ഉയരം വരുന്ന പഞ്ചലോഹ വിഗ്രഹമാണിത്. ആദ്യമുണ്ടായിരുന്ന ശിലാവിഗ്രഹം പിൽക്കാലത്ത് തകർക്കപ്പെടുകയും ക്ഷേത്രത്തിന് തീ വയ്ക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോഴത്തെ വിഗ്രഹം പണിത് പ്രതിഷ്ഠിച്ചത്. 1950-ൽ ശബരിമല ക്ഷേത്രം അഗ്നിക്കിരയായി. ആരോ തീയിട്ടതാണെന്നും പറയപ്പെടുന്നുണ്ട്. അന്ന് വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അത് വിശ്വാസികളെ വിഷമിപ്പിച്ചു. ഇതോടെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ സേതു പാർവതിഭായി മകനായ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയോട് കാര്യം പറഞ്ഞു. വിഗ്രഹം പുനർനിർമ്മിച്ച് വേഗം പ്രതിഷ്ഠ നടത്തണമെന്നും നിർദ്ദേശിച്ചു. ഇതിന് പ്രതിഷ്ഠാ വിഗ്രഹത്തിന്റെ രൂപം കണ്ടെത്തണമായിരുന്നു. പല മാതൃകകളും നോക്കിയെങ്കിലും ശരിയായില്ല. അവസാനം കുളിച്ചു വന്ന് പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം എടുത്തുകൊണ്ടുവരാൻ അമ്മ നിർദ്ദേശിച്ചു. മാർത്താണ്ഡവർമ്മ കുളിച്ച് പൂജാമുറിയിലെത്തി. അവിടെ ഇരുന്ന അയ്യപ്പ വിഗ്രഹം എടുത്തു നോക്കി. അത് അമ്മയെ കാണിച്ചു. പിന്നെ എല്ലാം ശരവേഗത്തിലായിരുന്നു. അന്നത്തെ മികച്ച ചിത്രകാരനും ശില്പിയുമായ OV ആചാര്യയെ വിളിച്ചു വരുത്തി. വിഗ്രഹത്തിന്റെ മാതൃക വരപ്പിച്ചു. കളിമണ്ണിൽ വിഗ്രഹത്തിന്റെ അച്ചുണ്ടാക്കി. വാർത്തെടുക്കാൻ ചെങ്ങന്നൂർ തട്ടാവിളയിലുള്ള ശില്പി നീലകണ്ഠ പണിക്കരെ ഏൽപ്പിച്ചു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ വച്ചാണ് ഇപ്പോഴത്തെ പ്രതിഷ്ഠാ വിഗ്രഹം വാർത്തെടുത്തത്. ശബരിമല ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് ഏകദേശം 200 മീറ്റർ മാറിയാണ് മാളികപ്പുറം ഭഗവതി ക്ഷേത്രം. മാളികപ്പുറത്തമ്മയെ തുല്യ പ്രാധാന്യമുള്ള ദേവിയായി കരുതുന്നു. 2 നിലയിലുള്ള മാളികയുടെ പുറത്താണ് മാളികപ്പുറത്തമ്മ വിരാജിക്കുന്നത്. ഇതാണ് ഈ പേര് വരാൻ കാരണം. മഹിഷിക്ക് മോക്ഷം കിട്ടിയപ്പോൾ അവതരിച്ച ദേവിയാണെന്നും അതല്ല ആദിപരാശക്തിയായ മധുര മീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മയെന്നും അഭിപ്രായമുണ്ട്. ഭഗവതി സേവ പ്രധാന വഴിപാടാണ്. ലളിതാ സഹസ്രനാമം ഇവിടെ ജപിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉപപ്രതിഷ്ഠ ആദിമൂല ഗണപതിയാണ്. കൂടാതെ വാവരുസ്വാമിയുടെയും കടുത്തുസ്വാമിയുടെയും സാന്നിധ്യവുമുണ്ട്. അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുൻപ് ശബരിമലയിൽ ദിവസവും ആലപിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം. ഭക്തർക്കുള്ള ദർശനത്തിനു ശേഷം ഭഗവാനെ പള്ളിയുറക്കാനുള്ള പാട്ടാണിതെന്നാണ് വിശ്വാസം. കമ്പക്കുടി കുളത്തൂർ സുന്ദരേശയ്യർ ആണ് ഈ ഉറക്കുപാട്ട് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. 1950-ലുണ്ടായ വൻ തീപിടുത്തത്തിനു ശേഷം പുനഃപ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് ആദ്യം ഈ ഗാനം ആലപിച്ചത്. ആദ്യകാലത്ത് അത്ര പ്രസിദ്ധമല്ലാതിരുന്ന ഈ ഗാനം 1975-ൽ പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലൂടെ പ്രസിദ്ധി നേടി. ഇതിന്റെ യഥാർത്ഥ രചയിതാവ് ശാസ്താംകോട്ട കോന്നകത്ത് ജാനകിയമ്മയാണ് എന്ന വാദം അടുത്ത കാലത്തുണ്ടായി. ജാനകിയമ്മ എഴുതിയ ഹരിവരാസനം ഗാനത്തിന്റെ കൈയെഴുത്തു പ്രതി കണ്ടെടുത്ത അവരുടെ ബന്ധുക്കൾ തെളിവുകളുമായി രംഗത്തെത്തിയിരുന്നു. 1963 നവംബറിൽ തിരുവനന്തപുരം ചാലയിലെ ജയചന്ദ്ര ബുക്ക് ഡിപ്പോയിൽ നിന്നും പുറത്തിറക്കിയ ഹരിവരാസനം വിശ്വമോഹനം എന്ന കീർത്തന സമാഹാരം പിന്നീട് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ 78-ാം പേജിൽ ഹരിഹരാത്മജാഷ്ടകം എന്ന തലക്കെട്ടിൽ ഈ കീർത്തനം അച്ചടിച്ചിട്ടുണ്ട്. അതിൽ സമ്പാദകൻ എന്നാണ് പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമ്പാദകൻ ഒരിക്കലും രചയിതാവാകില്ല എന്ന വാദം ശക്തമാണ്. ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുന്നോടിയായി തന്ത്രിയും ശാന്തിക്കാരും വിഗ്രഹത്തിന്റെ ഇരുപുറത്തുമായി ഇരിക്കും. തുടർന്ന് പാട്ടിലെ ഓരോ വരിയും അവസാനിക്കുന്നതിന് അനുസരിച്ച് വിഗ്രഹത്തിന്റെ ഇടതുഭാഗത്തെ ഓരോ വിളക്കും അണച്ചുകൊണ്ടിരിക്കും. അവസാനം വലതുഭാഗത്തെ വലിയ വിളക്കും അണയ്ക്കും. ശേഷം തന്ത്രിയും ശാന്തിക്കാരും പുറത്തിറങ്ങും. ഇതേസമയം 1984-ൽ ഹരിഹരസുധ അഷ്ടോത്തര ശതം എന്ന ആൽബത്തിനു വേണ്ടി
KJ യേശുദാസ് ആലപിച്ച ഹരിവരാസനം പുറത്തുള്ളവർക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ടാകും. ഹരിവരാസനം ശാസ്താവിന്റെ ഉറക്കുപാട്ട് എന്ന നിലയിൽ പ്രസിദ്ധമാണ്. അഷ്ടകം എന്ന ശ്ലോകക്രമത്തിലാണ് ഇതിന്റെ രചന. ശബരിമല നവീകരണം കഴിഞ്ഞ വേളയിൽ അന്നത്തെ മേൽശാന്തി വടാക്കം ഈശ്വരൻ നമ്പൂതിരി അത്താഴ പൂജയ്ക്കു ശേഷം തിരുമുമ്പിൽ ആലപിച്ചുകൊണ്ട് അത് ഇന്നും തുടർന്നു വരുന്നു.